രാഷ്ട്രീയമാകുമ്പോൾ വിമർശനങ്ങളും ആരോപണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ആക്രമണ പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അതിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതാണ് ശരിയായ രാഷ്ട്രീയക്കാരുടെ മാതൃകാപരമായ രീതി. ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്ന വിശ്വവിഖ്യാതമായ ഭാഷ ദേശങ്ങൾക്കതീതമായ ആ പ്രയോഗമുണ്ടല്ലോ, അത് ഏതു കാലത്തും ഏതു രാഷ്ട്രീയ നേതാവിനും രാഷ്ട്രീയ പ്രവർത്തകനും പ്രവർത്തകയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ബാധകമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹത്തിനെതിരായ രാഷ്ട്രീയ ആക്രമണങ്ങളെ, വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെയാണ് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കിലും നോക്കിലും ശരീരഭാഷയിലും ഓരോ വിരലടക്കങ്ങളിലും പ്രതിഫലിക്കുമെന്നുമുണ്ട്. അങ്ങനെ പ്രതിഫലിക്കുന്ന അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയ പ്രതികരണം എത്രത്തോളം ഒരു പ്രതിപക്ഷ നേതാവിന് ഗുണകരമാകും എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം ഭാവിയിൽ ഇത്തവണ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ ഒക്കെ ആവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന ആളാണല്ലോ. അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന അർത്ഥത്തിൽ പരിഹസിക്കുകയല്ല. ഏത് പൊതുപ്രവർത്തകനും ഏത് രാഷ്ട്രീയ പ്രവർത്തകയ്ക്കും പൊതുപ്രവർത്തകയ്ക്കും കേരളത്തിൻ്റെ ഭൂമികയിൽ പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാനും മന്ത്രിയാകാനും ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ മുകളിലേക്ക് ഏത് ഉന്നത പദവി വരെ എത്താനുമുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അത് സ്വപ്നം കാണാൻ ആഗ്രഹിക്കാനുമുള്ള അവകാശവുമുണ്ട്. അതിലൊന്നും ആരെയും മറുപടി പറയില്ല. അതിൻ്റെ അകത്ത് ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ അല്ലെങ്കിൽ ഒന്നുമുള്ള ഒരു വ്യത്യാസവുമില്ല. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് പറഞ്ഞതേ ഉള്ളൂ, ആനുഷംഗികമായി പറഞ്ഞതേ ഉള്ളൂ. സതീശനും അതിനുള്ള അർഹതയുണ്ട്. പക്ഷേ അങ്ങനെ ആയിരിക്കുന്നവർ പുലർത്തേണ്ട ചില മിനിമം മര്യാദകളുണ്ട്. അതിലൊന്നാണ് പ്രതിപക്ഷത്തോട്, അതായത് രാഷ്ട്രീയമായ എതിരാളികളോട്, രാഷ്ട്രീയമായി ഓപ്പോസിറ്റ് നിൽക്കുന്നവരോട്, മുഖാമുഖം നിൽക്കുന്നവരോട്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മുഖാമുഖം നിൽക്കുന്നത് ഭരണപക്ഷത്തായിരിക്കുന്നവരായിരിക്കാം, ഭരണപക്ഷത്തുള്ളവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പ്രതിപക്ഷത്തുള്ളവരായിരിക്കാം. രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്നവർ, മറുവശത്ത് നിൽക്കുന്നവരോട് വാക്കിലും നോക്കിലും ഭാഷയിലും പെരുമാറ്റത്തിലും ശരീരഭാഷയിലും എല്ലാ അർത്ഥത്തിലുമുള്ള മാന്യത പുലർത്തുക. രാഷ്ട്രീയമായ അന്തസ് എന്ന് പറയുന്നത് ഒരു മോശം ക്വാളിറ്റി അല്ല. ചില ആളുകളെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അതെല്ലാ പാർട്ടിയിലും അങ്ങനെ വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. എങ്ങനെയാണ്? തരം താണ വർത്തമാനങ്ങൾ പറയുക, അല്ലെങ്കിൽ തരം താണ ബോഡി ലാംഗ്വേജ് ശരീരഭാഷകളിൽ സംസാരിക്കുക, കടന്നാക്രമണത്തിൻ്റെ അഗ്രസീവായ ഒരു രീതി സ്വീകരിക്കുക. അങ്ങനെയൊക്കെയുള്ള പല രീതികളും, സാഹചര്യം ആവശ്യപ്പെടുന്ന രീതികൾ ഏതുമാവാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതിലും കൃത്യമായ അന്തസ്സും മാന്യതയും പുലർത്തുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മുൻ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അയാൾ എന്നാണ്. അയാൾക്കറിയാമല്ലോ, അയാൾ AKG സെൻറ്ററിലിരുന്ന് നിങ്ങളുടെ സമൂഹ മാധ്യമ ചുമതലയുള്ള ഒരാൾ എനിക്കെതിരെ ദിവസവും 10 കാർഡുകൾ ഇറക്കുന്നു. അയാൾക്കെതിരെ ഞങ്ങൾ അവസാനം ഒരു കാർഡ് ഇറക്കുന്നുണ്ട്, നോക്കിക്കോ എന്നാണ് പറഞ്ഞത്. നികേഷ് കുമാറിൻ്റെ പേര് പറയുന്നില്ല, നികേഷ് കുമാറാണ് ഉന്നം എന്ന് എല്ലാവർക്കും മനസ്സിലായി. നികേഷ് കുമാർ വൈകാതെ ഒരു പ്രതികരണവും കൊടുത്തു. എന്താണ്? പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ. നികേഷ് കുമാർ ആ പ്രയോഗം സതീശനിൽ നിന്ന് കടമെടുത്തതാണ്. വി.ഡി. സതീശൻ അദ്ദേഹത്തിനെതിരായ രാഷ്ട്രീയ ആക്രമണങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുനർജനി വിഷയത്തിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ എന്നാണ്. അതൊരു ലോ ലെവൽ, ഒരു തരംതാണ പ്രതികരണമാണ് എന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയമായി നിയമപരമായി എതിർക്കേണ്ട കാര്യങ്ങളെ അങ്ങനെ എതിർക്കുക, അത് വാക്കിലും പുലർത്തുക. പേടിപ്പിക്കാൻ നോക്കണ്ട.
ഞങ്ങൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കണ്ടവരാണ്, നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് പറയുന്ന പല നേതാക്കന്മാരെ UDF-ലും LDF-ലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അങ്ങനെ നേരിട്ട് മറികടന്ന് അതിജീവിച്ചവരുണ്ട്, നേരിടുന്നതിനിടയിൽ വീണുപോയവരൊക്കെ ഉണ്ട്. പക്ഷേ പുലർത്തേണ്ട മാന്യത പുലർത്താത്തവരോട് സമൂഹത്തിന് എല്ലാ കാലത്തും ഉള്ളിൽ ഒരു പുച്ഛമാണ്. എന്താണ്? വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നവർ എങ്ങനെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ മിനിമം നിലവാരത്തിൽ മുന്നോട്ട് പോകും? എങ്ങനെ മിനിമം നിലവാരം നിലനിർത്തും? അങ്ങനെയുള്ളവർ പൊതുജനങ്ങളോട് എങ്ങനെ അന്തസ്സായി മാന്യമായി പെരുമാറും? അങ്ങനെയുള്ളവർ ജനങ്ങളുടെ ആവശ്യങ്ങളോട് എങ്ങനെ സഹിഷ്ണുതയോടെ പ്രതികരിക്കും? അങ്ങനെയുള്ളവർ എങ്ങനെ സഹപ്രവർത്തകരോട്, പാർട്ടിയിലെയും മുന്നണിയിലെയും സർക്കാരിലെയും ഒക്കെ സഹപ്രവർത്തകരോട് എങ്ങനെ സഹിഷ്ണുതയോടെയും ജനാധിപത്യപരമായ തുല്യതയോടെയും പെരുമാറും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓരോ ആളുകളുടെ ഉള്ളിൽ അവരുടേതായ രീതിയിൽ ഉയരും. ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി അല്ല ലഭിക്കുന്നതെങ്കിൽ അവർ വോട്ട് കൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ രീതികളിലുള്ള ജനാധിപത്യപരമായ പ്രതികരണങ്ങൾ നടത്തും. അങ്ങനെയാണ് പല പൊതുപ്രവർത്തകരും നേതാക്കന്മാരും കാലയവനികയ്ക്കുള്ളിൽ അകാലത്തിൽ വീണുപോയിട്ടുള്ളത്, മറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പറയാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ സന്ദർഭമല്ലാത്തതുകൊണ്ട് ഓരോ ആളുകളുടെയും പേരും സാഹചര്യവും ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ മാറ്റി ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് 2021 കൊണ്ടുവന്ന VD സതീശൻ അന്ന് മുതൽ കാണിച്ചു വരുന്ന വാർത്താസമ്മേളനങ്ങളിൽ മൈക്ക് പിടിച്ചു വലിക്കുന്നു, KPCC പ്രസിഡൻറ്റിൻ്റെ മൈക്ക് പിടിച്ചു വലിക്കുന്നു, UDF കൺവീനറായിരുന്ന MM ഹസൻ്റെ മൈക്ക് പിടിച്ചു വലിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. കൈരളി ചാനൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നു, മര്യാദക്കല്ലെങ്കിൽ ഇറക്കി വിടും കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള അസഹിഷ്ണുതയുടെ പ്രതികരണങ്ങൾ ഒരു പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് ചേരാത്ത വിധം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനാണ് ഈ അയാൾ പ്രയോഗവും പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്നുള്ള പ്രതികരണവുമൊക്കെ. അതാണ് പറഞ്ഞത്. അതിൽ നിന്ന് കടമെടുത്തിട്ടാണ് നികേഷ് തിരിച്ചു കൊടുത്തത്, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞത്. ഈ രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ, രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കുറച്ചുകൂടി നിലവാരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏത് സാഹചര്യത്തിലും അവർക്ക് പരസ്പരമൊന്ന് കാണുമ്പോൾ ഒരു കൈ കൊടുക്കാൻ, ഒന്ന് ചിരിക്കാൻ, ആവശ്യം വന്നാൽ പരസ്പരമൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയും എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് പരസ്പരം ചിരിക്കാനുള്ള സിറ്റുവേഷനെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രവർത്തക നേതാക്കന്മാരും ഏത് ആശയപരമായ ഭിന്നതകൾക്കിടയിലും നിലനിർത്തേണ്ടതുണ്ട്. കേരളം അങ്ങനെ നിലനിർത്തി തന്നെയാണ് പോന്നിട്ടുള്ളത് എല്ലാ കാലത്തും. നിയമസഭയിലായാലും പുറത്തായാലും രാഷ്ട്രീയമായി പരസ്പരം പോരടിക്കുമ്പോഴും പരസ്പരമുള്ള വ്യക്തിപരമായ വലിയ അടുത്ത ബന്ധങ്ങൾ, സൗഹാർദ്ദങ്ങൾ നിലനിർത്താൻ അവർ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു വഴിയിലല്ലാതെ ട്രാക്ക് മാറി സഞ്ചരിക്കുന്നവർ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേരാത്തവരാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. നന്ദി, നമസ്കാരം.